വൈറ്റും 7 കുള്ളന്മാരും. ഒരിക്കൽ ഒരു വിദൂര രാജ്യത്ത് സ്നോ വൈറ്റ് എന്ന സുന്ദരിയായ ഒരു രാജകുമാരി ഉണ്ടായിരുന്നു. അവൾക്ക് മഞ്ഞുപോലെ വെളുത്ത ചർമ്മവും റോസാപ്പൂ പോലെ ചുമന്ന ചുണ്ടുകളും നല്ല മിനുസമുള്ള കറുത്ത മുടിയും ഉണ്ടായിരുന്നു. അവളുടെ രണ്ടാനമ്മയായ ദുഷ്ടരാജ്ഞി സ്നോ വൈറ്റിന്റെ സൗന്ദര്യത്തിൽ അസൂയപ്പെട്ടു. എല്ലാ ദിവസവും അവർ അവരുടെ മാന്ത്രിക കണ്ണാടിയിൽ ചോദിച്ചു, കണ്ണാടി കണ്ണാടി, ആരാണ് എല്ലാവരിലും സുന്ദരി? കണ്ണാടി എപ്പോഴും ഉത്തരം നൽകും, എന്റെ രാജ്ഞി, നീയാണ് എല്ലാവരിലും സുന്ദരി. എന്നാൽ ഒരു ദിവസം കണ്ണാടി മറുപടി പറഞ്ഞു, സ്നോ വൈറ്റ് ആണ് എല്ലാവരിലും സുന്ദരി. രാജ്ഞി അസൂയ കൊണ്ട് രോക്ഷാകുലയായി. സ്നോ വൈറ്റിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. സ്നോ വൈറ്റിനെ കാട്ടിലേക്ക് കൊണ്ടുപോയി കൊല്ലാൻ രാജ്ഞി ഒരു വേട്ടക്കാരനോട് ആവശ്യപ്പെട്ടു. എന്നാൽ വേട്ടക്കാരൻ സ്നോ വൈറ്റിന്റെ ദയയും സൗന്ദര്യവും കണ്ടപ്പോൾ അവളെ ഉപദ്രവിക്കാതെ വിട്ടയച്ചു. ഉടൻ തന്നെ സ്നോ വൈറ്റ് ഉൾക്കാട്ടിലേക്ക് ഓടിമറിഞ്ഞു. കാട്ടിൽ സ്നോ വൈറ്റ് 7 കുള്ളന്മാരുള്ള ഒരു ചെറിയ കുടിൽ കണ്ടെത്തി. അവർ സ്നോ വൈറ്റിനെ അവരുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തു. വീട് പരിപാലിക്കുകയും അവരുടെ ജോലിയിൽ സഹായിക്കുകയും ചെയ്തുകൊണ്ട് അവൾ അവരോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചു. എന്നാൽ ദുഷ്ടരാജ്ഞി തന്റെ മാന്ത്രിക കണ്ണാടിയിൽ നിന്ന് സ്നോ വൈറ്റ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കി. കോപത്തിൽ രാജ്ഞി ഒരു വൃദ്ധയുടെ വേഷം ധരിച്ച് സ്നോ വൈറ്റിനെ വിഷം കലർന്ന ആപ്പിൾ കഴിക്കാൻ പ്രേരിപ്പിച്ചു. ആപ്പിൾ കഴിച്ചതും സ്നോ വൈറ്റ് ഗാഢനിദ്രയിലേക്ക് വീണു. കുള്ളന്മാർ എത്തി അവളെ നോക്കിയപ്പോൾ അവൾ ഉണരുന്നതേയില്ല. അവർ ഒരുപാട് വിഷമിച്ചു. അവർ അവളെ ഒരു ഗ്ലാസ് പെട്ടിയിൽ കിടത്തി. ദിവസങ്ങൾക്ക് ശേഷം സ്നോ വൈറ്റിന്റെ സൗന്ദര്യത്തെയും ദയയെയും കുറിച്ച് കേട്ട ഒരു രാജകുമാരൻ കുടിലിലേക്ക് വന്നു. അവൻ സ്നേഹത്തോടെ സ്നോ വൈറ്റിനെ ചുംബിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അവൾ ഉണർന്നു. സ്നോ വൈറ്റും രാജകുമാരനും താമസിയാതെ പ്രണയത്തിലായി. അവർ വിവാഹിതരായി. എന്നെന്നും സന്തോഷത്തോടെ ജീവിച്ചു.